100-ാം സങ്കീർത്തനം 2-ാം വചനം മനോഹരമായ വചനമാണ്. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. സന്തോഷത്തോടെ, ആ വാക്ക് സ്നേഹമുള്ളവരെ, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാവം ഈ സന്തോഷം എന്ന ഭാവമാവണം. അത് നമ്മുടെ എവിടെ നിന്നെങ്കിലും കിട്ടുന്നതോ, നമ്മൾ പോയി കടയിൽ നിന്ന് തൂക്കിയെടുക്കാൻ പറ്റുന്നതോ, ആരെങ്കിലും നമുക്ക് സമ്മാനിക്കുന്നതല്ല, നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ട ഒന്നാണ് ഈ സന്തോഷം. ആരും നമ്മളിലേക്ക് ചേർക്കുന്നതല്ല, അത് നമ്മളിൽ നിന്നും രൂപപ്പെടേണ്ടതാണ് സന്തോഷം. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. സ്നേഹമുള്ളവരെ, അത് കർത്താവിനെന്നല്ല, ആർക്കും എന്ത് ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. അത് താല്പര്യമില്ലാതെ, ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒരു കമ്പൽഷൻ, അങ്ങനെയല്ല, മറിച്ച് സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ നന്മയും വലുതായിരിക്കും. സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, അതിൻ്റെ വലിപ്പം വലുതായിരിക്കും. നമ്മൾ സന്തോഷത്തോടെ നമ്മളൊരു യാത്ര പോകുന്നു, ആ യാത്രയ്ക്കുള്ള അനുഗ്രഹം വലുതായിരിക്കും. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, അതിൻ്റെ വലിപ്പം വലുതായിരിക്കും. നമ്മൾ സന്തോഷത്തോടെ ഒരു സന്ധ്യാപ്രാർത്ഥന നടത്തുന്നു, ആനന്ദത്തോടെ നടത്തുന്നു, അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. സ്നേഹമുള്ളവരെ, സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പുന്നു, അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. മുഖം വെറുപ്പോടെ, ദേഷ്യത്തോടെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഫലമുണ്ടാവുകയില്ല. സന്തോഷം ചാലിച്ച് ചെയ്യാൻ ഇന്ന് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും സന്തോഷത്തിൻ്റെ നനവ്, ആ വലിയ കൃപ ചാലിച്ച് ചെയ്യാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള ബലവും സ്വർഗം സമ്മാനിക്കട്ടെ. ആമേൻ.